ഹായ് എവരി വൺ, വെൽക്കം ടു ലേൺ ടു സ്റ്റഡി. ഞാൻ റഫീഖ സിറ്റി. ഈ വീഡിയോയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നൽകിയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് തന്നിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ മാക്സിമം മാർക്ക് നമുക്ക് വരുന്നത് 70-ലാണ്. 2 മണിക്കൂറിൻ്റെ എക്സാമാണ് ഉണ്ടാവുക. അപ്പോൾ ആദ്യത്തെ 3 മാർക്കിൻ്റെ എക്സാം സീലിംഗ് 24 മാർക്സ് ആണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദി സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ്. സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിങ്ങിനെ ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് എഴുതുക, അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതുക, അതിന് ശേഷം അതിൻ്റെ ഡീമെറിറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതായത് ചലഞ്ചസ്, പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എഴുതുമ്പോൾ നമുക്ക് അതിനെ ക്രിട്ടിക്കലായിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ സാധാരണ ഡബിൾ എൻട്രി സിസ്റ്റവും സിംഗിൾ എൻട്രി സിസ്റ്റവും നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡബിൾ എൻട്രി സിസ്റ്റത്തിനേക്കാൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഡ്രോബാക്സ്, കാര്യങ്ങൾ, അത് ഓവർകം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. എക്സ്പ്ലെയിൻ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ആൻഡ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. അപ്പോൾ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഹെഡ് ഓഫീസിൽ നിന്ന് ഈ വർഷം ക്യാഷ് അല്ലെങ്കിൽ ഗുഡ്സ് നമ്മൾ ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്തു, പക്ഷേ ബ്രാഞ്ചിൽ എത്തിയിട്ടില്ല. അപ്പോൾ അതാണ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. അതുപോലെ തന്നെ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ പോലെ നോക്കി നോക്കൂ. നിങ്ങൾക്ക് പ്രോബ്ലം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ? റാദർ ദാൻ എക്സിബിറ്റിംഗ് ബുക്സ് വാല്യൂ ഓഫ് ദി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് SOA കൺസിഡേഴ്സ്, അതായത് SOA എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് അല്ലേ. കൺസിഡേഴ്സ് ദി എമൗണ്ട് വിച്ച് ദി ഓർഗനൈസേഷൻ ക്യാൻ റിക്കവർ ആഫ്റ്റർ സെല്ലിംഗ് ഓഫ് their assets and settling their outside obligations. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ അനലൈസ് ചെയ്യാനാണ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യാനാണ് പറയുന്നത്. ആൻഡ് മേക്ക് എ കമ്പാരിസൺ ഓഫ് SOA വിത്ത് ബാലൻസ് ഷീറ്റ്. SOAയും ബാലൻസ് ഷീറ്റും, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും ബാലൻസ് ഷീറ്റും തമ്മിലൊരു കമ്പാരിസൺ നടത്തുക. ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഡബിൾ എൻട്രി സിസ്റ്റത്തിലൂടെയും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലൂടെയും ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ എന്ന് പറയുമ്പോഴും എന്താണ് അവിടെ? അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ബാലൻസ് ഷീറ്റും അതെ. പക്ഷേ ബാലൻസ് ഷീറ്റ് ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നു, നമുക്ക് കറക്റ്റായിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയറിൽ അത് സാധിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എഴുതിയാലും മതി. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയറും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്ക്. പോയിൻ്റ് ഔട്ട് ദി ഡിഫറൻസ് ബിറ്റ്വീൻ റിസർവ് ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റൽ റിസർവ്. റിസർവ് ക്യാപിറ്റലും ക്യാപിറ്റൽ റിസർവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ലിസ്റ്റ് ഔട്ട് ദി സ്റ്റെപ്സ് ഇൻ പ്രിപ്പയറിംഗ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സ്റ്റെപ്സ്. എങ്ങനെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന് നമ്മളൊരു അക്കൗണ്ട് വരക്കണം. അതിൻ്റെ ഡെബിറ്റ് കോളത്തിൽ നമ്മൾ എന്ത് കാണിക്കണം? എക്സ്പെൻഡിച്ചറും ക്രെഡിറ്റ് കോളത്തിൽ ഇൻകവും കാണിക്കണം. അപ്പോൾ എന്തൊക്കെ ഐറ്റംസാണ് അതിൽ വരുന്നത്? അതുപോലെ തന്നെ റവന്യൂ നേച്ചറിലുള്ള ഐറ്റംസാണ് വരുന്നത്, ക്യാപിറ്റൽ നേച്ചറിലുള്ള ഐറ്റംസ് നമ്മൾ എടുക്കൂല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതുക. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിൻ്റെ സ്റ്റെപ്സൊക്കെ എഴുതുക. ദെൻ നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്. എ ക്ലബ് റിസീവ്ഡ് 20,000 ആസ് സബ്സ്ക്രിപ്ഷൻ ഡ്യൂറിംഗ് ദി ഇയർ 2024-25 ഓഫ് വിച്ച് 3,000 relate to year 2023-24 and 2,000 to 2025-26 and at the end of the year 2024-25 6,000 are still receivable. Calculate the amount of subscription to be shown in income and expenditure account. നോക്കി നോക്കൂ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ ആണ് ഈ വന്നിട്ടുള്ളത്. അതായത് സബ്സ്ക്രിപ്ഷനെ കാണിക്കുക. അപ്പോൾ നമ്മളത് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സബ്സ്ക്രിപ്ഷൻ എങ്ങനെയാണ് കാണിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സബ്സ്ക്രിപ്ഷൻ എങ്ങനെയാണ് കാണിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ നോക്കി നോക്കൂ. ഇവിടെ നോക്കി നോക്കൂ. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്നുള്ളത്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ്, ആഡ് ഔട്ട്സ്റ്റാൻഡിങ്, കറൻറ്റ് ഇയറിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ ആഡ് ചെയ്യണം. ദെൻ ആഡ് അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ, അതായത് നമ്മൾ എൻഡ് ഓഫ് ദി പ്രീവിയസ് ഇയറിൻ്റെ എൻഡിൽ നമ്മൾ അഡ്വാൻസ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. ദെൻ ലാസ്റ്റ് ഇയറിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ ലെസ് ചെയ്യണം. അതേപോലെ തന്നെ ലെസ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി കറൻറ്റ് ഇയറിൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഇയറിലേക്ക് വേണ്ടിയിട്ടുള്ളത്, അതും നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്.
അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രിപ്ഷൻ നമുക്കിപ്പോൾ പ്രീവിയസ് ഇയറിലുള്ള കറൻറ്റ് ഇയർ 2024-25 2024-25 സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 20,000 രൂപ അല്ലേ? അപ്പം നമ്മൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് 20,000 രൂപ എഴുതി അല്ലേ? ദെൻ നമുക്ക് ഈ 2024-25 നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് വരുന്നുണ്ട് എത്രയാണ്? 6,000 ആണ് അല്ലേ? അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ 2024-25 6,000 ഔട്ട്സ്റ്റാൻഡിങ് വരുന്നുണ്ട്. നമ്മൾ ആഡ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ് 6,000 എഴുതി. ഓക്കെ, അപ്പോൾ 26,000. അതിൽ നിന്ന് പ്രീവിയസ് ഇയറിലുള്ള 2,000 രൂപയും അതേപോലെ തന്നെ നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് ലഭിച്ചിട്ടുള്ള, അതായത് ഓഫ് വിച്ച് 3,000 റിലേറ്റഡ് ടു ഇയർ 2023-24 അപ്പോൾ 2023-24 ഒരു 3,000ഉം ആൻഡ് 2,000 എന്ന് പറയുന്നത് 2025-26 ആ 2,000 മൊത്തം 5,000 നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ലെസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 21,000 ആണ് കിട്ടുന്നത് എന്ത്? സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം? അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. ദെൻ നെക്സ്റ്റ്, വെൻ ഡസ് ആൻ ഒമിഷൻ ബിക്കം മെറ്റീരിയൽ? എലുസിഡേറ്റ് യുവർ വ്യൂ. അപ്പോൾ എപ്പോഴാണ് ഒരു ഒമിഷൻ ഒരു മെറ്റീരിയലായിട്ട് മാറുന്നത്? അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ നമ്മളോട് എഴുതാൻ പറയണം. അപ്പോൾ അതിനുള്ള റീസൺസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എഴുതുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത്? എക്സ്പ്ലെയിൻ ദി ടേം ലിഗസീസ് ആൻഡ് ഡിസ്ക്രൈബ് ഹൗ ഇറ്റ് ഈസ് ട്രീറ്റഡ് വൈൽ പ്രിപ്പയറിംഗ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അപ്പോൾ എന്താണ് ലിഗസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലിഗസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഡിസീസ്ഡ് പേഴ്സൻ്റെ വില്ല് പ്രകാരം കിട്ടുന്ന ഡൊണേഷൻ. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യേണ്ടത്? അതായത് അത് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എഴുതാനാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, റൈറ്റ് ഇനി 3 ഫീച്ചേഴ്സ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ 3 ഫീച്ചേഴ്സ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെ പൂർണ്ണമായിട്ടും ഹെഡ് ഓഫീസാണ് കൺട്രോൾ ചെയ്യുന്നത്. ഹെഡ് ഓഫീസിൽ ആണ് അവരുടെ പേയ്മെൻറ്റ്, ക്യാഷ് പേയ്മെൻറ്റ് അവർക്ക് നടത്തുന്നത്. അതുപോലെ തന്നെ ഓവറോൾ അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹെഡ് ഓഫീസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫീച്ചേഴ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അത് എഴുതുക. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്? എക്സ്പ്ലെയിൻ ഇറ്റ്സ് പെക്യുലിയാരിറ്റീസ്. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ? അതിൻ്റെ പെക്യുലിയാരിറ്റീസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് സെക്ഷൻ എയിൽ വന്നിട്ടുള്ളത്. ദെൻ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് ഇതിലെ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് പോയിക്കോട്ടോ. ദെൻ സെക്ഷൻ ബി നോക്കി നോക്കൂ. സെക്ഷൻ ബിയിൽ എന്താ പറയുന്നത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ഡെപ്റ്റർ സിസ്റ്റം ദി ഹെഡ് ഓഫീസ് ഓപ്പൺസ് എ ബ്രാഞ്ച് അക്കൗണ്ട് ഫോർ ഈച്ച് ബ്രാഞ്ച്. Draw the format of sub-branch account and show the journal entries in the head office books account. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? നമുക്ക് ഡെപ്റ്റർ സിസ്റ്റത്തിൽ ഹെഡ് ഓഫീസ് ആണ് എന്ത് ചെയ്യുന്നത്? ബ്രാഞ്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഓരോ ബ്രാഞ്ചിനും. അപ്പോൾ ആ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് വരക്കാൻ, ഫോർമാറ്റ് ഓഫ് സച്ച് ബ്രാഞ്ച്, സബല്ല, ഫോർമാറ്റ് ഓഫ് സച്ച് ബ്രാഞ്ച്. അപ്പോൾ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് വരക്കാനും ദെൻ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ജേർണൽ എൻട്രീസ് എഴുതാനുമാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ് തന്നിട്ടുള്ളത്. മിസ്സിസ് വന്ദന റൺസ് എ സ്മോൾ പ്രിൻറ്റിംഗ് ഫേം. ഷീ വാസ് മെയിൻറ്റെയിനിങ് ഓൺലി സം റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ അതെന്താണ്? സിംഗിൾ എൻട്രി സിസ്റ്റം ആണ്. അപ്പോൾ ഈ സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ദി പ്രോഫിറ്റ് മെയ്ഡ് ബൈ മിസ്സിസ് വന്ദന ഡ്യൂറിങ് ദി ഇയർ യൂസിങ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ മെത്തേഡ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ മെത്തേഡ് വെച്ചിട്ട് അവരുടെ പ്രൊഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് പ്രൊഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ദെൻ നെക്സ്റ്റ് 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പാറ്റ്ന ബേസ്ഡ് മെർച്ചൻറ്റ് ഹാസ് എ ബ്രാഞ്ച് അറ്റ് ഗയ ടു വിച്ച് ഇറ്റ് ചാർജസ് ഔട്ട് ഗുഡ്സ് അറ്റ് കോസ്റ്റ് പ്ലസ് 25% ആണ്. അപ്പോൾ ഇത് ഏതാണ്? ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് പ്രകാരം, ഇൻവോയ്സ് പ്രൈസ് ഇല്ലേ, കോസ്റ്റ് പ്ലസ് ലോഡാണ് അവിടെ വരിക, കോസ്റ്റ് പ്രൈസ് പ്ലസ് ലോഡ്. അപ്പോൾ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് പ്രകാരം നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കോസ്റ്റ് പ്ലസ് 25% എന്ന് പറയുമ്പോൾ കോസ്റ്റ് 100 ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കോസ്റ്റ് തന്നിട്ടില്ല. അപ്പോൾ കോസ്റ്റ് നമ്മൾ 100 ആയിട്ട് എടുക്കണു. 25% പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ലോഡ് പെർസെൻറ്റേജ്, അതായത് അവിടെ ഒരു പ്രോഫിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ 100ൻ്റെ 25% 25, 100 ഇൻറ്റു 25/100 ആണ് എന്തെന്ന് പറയുന്നത്? ഈ 25 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് 125 ആണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ 125 ആണ് ലഭിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ലോഡ് എങ്ങനെ കാണാം? ലോഡ് ഈസ് ഈക്വൽ ടു 25 ഡിവൈഡഡ് ബൈ 125, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 20%. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് പ്രകാരമാണ് ഇവിടെ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അതായത് കോസ്റ്റ് പ്ലസ്
25% എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോസ്റ്റ് പ്ലസ് 25% പറയുമ്പോൾ ഇവിടെ എന്താണ് 25% നമുക്ക് ലോഡ് ആയിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ 25% ലോഡായിട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ 25% വരുന്ന സമയത്ത് എങ്ങനെയാണ് എടുക്കുക? നമുക്ക് കോസ്റ്റ് 100 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 25%, അതായത് 100 × 25/100 എന്ന് പറയുന്നത് എത്രയാണ്? 25 രൂപ. അപ്പോൾ നമുക്ക് 125 കിട്ടും. ഈ 125 നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക? ദാറ്റ് ഈസ് 25 ഡിവൈഡഡ് ബൈ 125 ഇൻറ്റു 100 അല്ലേ. 25 ഡിവൈഡഡ് ബൈ 125 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 20%. അപ്പോൾ ഇവിടെ ലോഡ് എന്ന് പറയുന്നത് എത്രയാണ്? 20% ആണ്. അപ്പോൾ ഇങ്ങനെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഇതിൽ നമുക്ക് ലോഡ് ഉണ്ടാവും. ഇതിൻ്റെ ലോഡ് നമ്മൾ കാണിക്കണം. അപ്പോൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും, അതിൻ്റെ ലോഡ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. അതേപോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ലോഡ് നമ്മൾ കാണണം, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ലോഡ് കാണണം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളുടെ ചാനലിൽ സിംഗിൾ എൻട്രി സിസ്റ്റം ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിൽ ചെയ്തിട്ടുണ്ട്, പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നോക്കുക. ഡൗട്ടുള്ള ആൾക്കാർ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദാറ്റ് ഈസ് ഫ്രം ദി ഫോളോയിങ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദി റെൻറ്റഡ്. അതിൽ നിന്ന് നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തരുമ്പോൾ ഇവിടെ ശരിക്കും റെസിപ്റ്റും പേയ്മെൻറ്റും ആണ് വരേണ്ടത്. ഇവിടെ നമുക്ക് എക്സ്പെൻഡിച്ചർ ഇൻകം എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇൻകം റെസിപ്റ്റ് ആയിട്ടും എക്സ്പെൻഡിച്ചർ പേയ്മെൻ്റ് ആയിട്ടും നമ്മൾ എടുക്കാം. എന്നിട്ട് ഈ പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ ക്യാപിറ്റൽ നേച്ചറിലുള്ളതും അതോടൊപ്പം തന്നെ റവന്യൂ നേച്ചറിലുള്ളതും നമ്മൾ കാണിക്കും. ഏതിൽ? റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ ക്യാപിറ്റൽ നേച്ചറിലുള്ളത് കാണിക്കില്ല. പകരം എന്ത് മാത്രമേ കാണിക്കുള്ളൂ? റവന്യൂ നേച്ചറിലുള്ള റെസിപ്റ്റും പേയ്മെൻറ്റും മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ ഇവിടെ റവന്യൂ നേച്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ അസറ്റുകൾ എടുക്കണ്ട, അതുപോലെ തന്നെ ക്യാഷ് ബാലൻസ്, ബാങ്ക് ബാലൻസ് ഇതൊന്നും നമ്മൾ എടുക്കണ്ട. പകരം നമ്മൾ ഡിപ്രിസിയേഷൻ എടുക്കണം. അതേപോലെ തന്നെ എന്താ പറയുക, ബാഡ് ഡെപ്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട്, വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഡ്രോ ദി ഫോർമാറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ആസ് പെർ പാർട്ട് 2 ഷെഡ്യൂൾ 3. അപ്പോൾ ഷെഡ്യൂൾ 3 പ്രകാരം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഗ്രൂപ്പിലൊക്കെ അതിൻ്റെ PDF സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫോർമാറ്റ് നന്നായി പഠിച്ചിട്ട് അത് എഴുതാം. ഫോർമാറ്റ് എല്ലാത്തിൻ്റെയും ഫോർമാറ്റ് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. ഷോ ദി ഫോളോയിങ് ഐറ്റംസ് ഇൻ ദി ബാലൻസ് ഷീറ്റ് ഓഫ് അംബ ലിമിറ്റഡ് ആസ് പെർ റിവൈസ്ഡ് ഷെഡ്യൂൾ. അപ്പോൾ റിവൈസ്ഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെഡ്യൂൾ 3 അല്ലേ. ഷെഡ്യൂൾ 3 പ്രകാരം നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഫോർമാറ്റ് തന്നിട്ടുണ്ട്. ആ ഫോർമാറ്റ് പ്രകാരം, അതായത് ആ ഫോർമാറ്റിൽ എങ്ങനെയാണോ ഷെഡ്യൂൾ 3 പ്രകാരം എങ്ങനെയാണോ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, അപ്പോൾ ഈ തന്നിട്ടുള്ള ഇൻഫോർമേഷൻ ആ ഷെഡ്യൂൾ 3 പ്രകാരം ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് 16ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദി നീഡ് ഫോർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റീൻ്റെ നീഡ് എന്താണ്? ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറയുന്നത് നമുക്ക് തിയറി ആയിട്ടും പ്രോബ്ലം ആയിട്ടും ചോദിക്കും. അപ്പോൾ ഇവിടെ തിയറി അതിൻ്റെ നീഡാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സിംഗിൾ എൻട്രി ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ്. സിംഗിൾ എൻട്രി സിസ്റ്റവും ഡബിൾ എൻട്രി സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയറും ബാലൻസ് ഷീറ്റ് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഒക്കെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടൊക്കെ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഡിഫറൻസുകളൊക്കെ നിങ്ങൾ നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പാർട്ട് സിയിലേക്ക് പോയാൽ സെക്ഷൻ സിയിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ 19ാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ബ്രാഞ്ച് അക്കൗണ്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചാണോ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചാണോ എന്നുള്ളത്. ഇവിടെ ഇത് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചാണ്. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് പ്രകാരം ഉള്ള അക്കൗണ്ട്സ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതായത് നമ്മളൊരു ബ്രാഞ്ച് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ക്വസ്റ്റ്യനിൽ നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് യു ആർ റിക്വയർഡ് ടു റൈറ്റ് അപ്പ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഇൻ ദി ഹെഡ് ഓഫീസ് ബുക്സ്. അപ്പോൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടും ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ബ്രാഞ്ച് അക്കൗണ്ടും ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അതാണ്
എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ഒന്ന് ചോദിച്ചിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് എസ് എ നമുക്ക് തന്നിട്ടുള്ളത് ട്രയൽ ബാലൻസ് ഓഫ് ആൽഫ ലിമിറ്റഡ് തന്നിട്ടുണ്ട്. ആൽഫ ലിമിറ്റഡിൻ്റെ എസ് എ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമുക്കൊരു ട്രയൽ ബാലൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ തന്നിട്ടുണ്ട്. സെപ്പറേറ്റ് കുറേ അഡീഷണൽ ഇൻഫോർമേഷൻ ഒക്കെ തന്നിട്ടുണ്ട്. ദെൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ആൽഫ ലിമിറ്റഡ്സ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 മാർച്ച് 2023 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് വിത്ത് നോട്ട്സ് ടു അക്കൗണ്ട്സ് ഫോർ ദി ഇയർ എൻഡഡ് 31 മാർച്ച് 2023 ആസ് പെർ ഷെഡ്യൂൾ 3. ഇഗ്നോർ പ്രീവിയസ് ഇയേഴ്സ് ഫിഗേഴ്സ് ആൻഡ് ടാക്സേഷൻ. അപ്പോൾ നമ്മൾ ഒരൊറ്റ എമൗണ്ട് കോളം കാണിച്ചാൽ മതി. നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ 2 എമൗണ്ട് കോളം ഉണ്ട് പ്രീവിയസ് ഇയറിൻ്റെത്. അപ്പോൾ പ്രീവിയസ് ഇയറിൻ്റെ എമൗണ്ട് കോളം നമ്മൾ കാണിക്കേണ്ട, കറൻറ്റ് ഇയറിൻ്റെ മാത്രം കാണിക്കുക. അപ്പോൾ ഷെഡ്യൂൾ 3 പ്രകാരം ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ബ്രാഞ്ച് അക്കൗണ്ടെന്നും ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും, അതായത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീൻ്റെ ഫൈനൽ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യാനാണ് 2 എസ് എ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 എസ് എ സെക്ഷൻ ഏതെങ്കിലും ഒന്നാണ്, 1x10 ആണ്. 2 ക്വസ്റ്റ്യനിന്ന് ഒരെണ്ണം എഴുതിയാൽ മതി നമ്മൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ നന്നായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. തന്നിട്ടുള്ള തിയറീസൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ.